ഞാനിവിടെ പറയാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ കോളം ടൈറ്റിൽസ് കോളം നമ്പേഴ്സ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കോളം നമ്പേഴ്സ് കോളം ടൈറ്റിൽസ് ഫോം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡിവിഷനും മോഡുലസും ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ നമ്മൾ എന്താ ഡിവിഷൻ മോഡുലസ് എന്ന കൺസെപ്റ്റിന് പകരം നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ ഫോം ചെയ്യണത് എന്നുള്ളതിനുള്ള എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി നമ്മൾ 10 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് എങ്ങനെയാണ് അത് മാറ്റം വരുന്നത് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, എന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. ഇത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ തലരിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഗിവൺ എ സ്ട്രിംഗ് കോളം ടൈറ്റിൽ ദാറ്റ് റെപ്രസെന്റ്സ് ദ കോളം ടൈറ്റിൽ ആസ് അപ്പിയേഴ്സ് ഇൻ എക്സൽ ഷീറ്റ് റിട്ടേൺ ഇറ്റ്സ് കറസ്പോണ്ടിങ് കോളം നമ്പർ ആയി നമ്മൾ തലരിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കോളം നമ്പറിന്ന് കോളം ഈ നെയിമിക്ക് വന്നിട്ടുണ്ട്. ഇത് കോളം നെയിമെന്ന് കോളം നമ്പറിക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ ഈ വാല്യൂ എ എന്ന് പറയുന്നത് 1 ആവണം, സെഡ് എന്ന് പറയുന്നത് 26 ആണെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള 27 ആവണം. അപ്പോൾ കോളം ടൈറ്റിൽ ഈക്വൽ ടു എ 1, കോളം ടൈറ്റിൽ ഈക്വൽ ടു എ ബി എന്നും 28 എന്ന് പറയുന്നത് കോളം ടൈറ്റിൽ ഈക്വൽ ടു സെഡ് വൈ 701 എന്ന് പറഞ്ഞിട്ട് വരണം. ഓക്കെ, എന്താണ് കോളം ടൈറ്റിലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 7 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് റേഞ്ച് എ എഫ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇതെന്താണ് ഇത് നമുക്ക് എന്താണ് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് മുന്നേ നമ്മൾ ചെയ്ത് ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിവിഷനും മോഡുലസും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ എന്താണ് 26 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ വാല്യൂസ് വെച്ചിട്ട് ആഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. നമ്മൾ റിമൈൻഡർ വെക്കും, എന്നിട്ട് റിമൈൻഡർ വെച്ചിട്ട് ക്യാരക്ടർ ഇനീഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന്നുള്ള ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഇതിൽ നമുക്ക് എന്താണ് സെയിം വേണമെങ്കിൽ ഡിവിഷൻ മോഡ് തന്നെ വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണ് ക്യാരക്ടർ ഫോം ചെയ്യിക്കാം. മറ്റേതിൽ നമ്മൾ നമ്പർ ഫോം ചെയ്യിച്ച പോലെ നമുക്ക് ഇവിടെ അത് ക്യാരക്ടർ ഫോം ചെയ്യിപ്പിക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഒ ആർ ഡി എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് 26 വരെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് 1 2 എന്താണ് 26 വരെയാണ് നമ്മളിതിൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വാല്യൂസ് എന്തായാലും എന്താണ് നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ എ ബി സി എന്നൊരു ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വാല്യൂ എ എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒ ആർ ഡി കണക്കാക്കണം. അപ്പോൾ ഒ ആർ ഡി ഓഫ് എ മൈനസ് ഒ ആർ ഡി ഓഫ് എ. അപ്പോൾ നമുക്ക് എന്താണ് എത്രയാണ് അതിൻ്റെ ആ ഗ്യാപ്പ് നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ +1 നമ്മുടെ എന്താണ് 1 ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് 0 - 0 + 1 = 1 ആവും. എന്നിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്, നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയായിട്ടാണ് വരിക, റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു 26 പ്ലസ് നമ്മുടെ ഈ വാല്യൂ അപ്പൊ എന്തായി മാറും ഇത് റിസൾട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 0 ആണ്. ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് 0 ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ 0 ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ 0 × 26 എന്ന് പറയുന്നത് 0 പ്ലസ് വാല്യൂ 1 വരും. അപ്പൊ 1 വരും. നമ്മുടെ റിസൾട്ടിൽ ഇപ്പോൾ 1 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത കേസ് വരികയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എ ആണ് ഇപ്പോൾ ചെക്ക് ചെയ്തത്. നമ്മൾ എന്താണ് ബി ആണ് ചെക്ക് ചെയ്യുന്നത്. ബി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒ ആർ ഡി ഓഫ് ബി മൈനസ് ഒ ആർ ഡി ഓഫ് എ +1 എന്ന് ചെയ്യാം. അപ്പോൾ എന്താണ് 2 ഒ ആർ ഡി ഓഫ് ബി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എന്താ നമ്മുടെ എന്താ പറയുക 65 ആണ്. അപ്പോൾ 66 ആണ്. 66 - 5 എന്ന് പറയുന്നത് 1 ആണ്. 1 + 1 = 2 എന്ന് വരും. അപ്പോൾ നമ്മുടെ വാല്യൂ = 2 എന്ന് വന്നു. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, റിസൾട്ട് നമുക്ക് ഓൾറെഡി 1 വന്നിട്ടുണ്ട്. അപ്പോൾ 1 × 26 പ്ലസ് വാല്യൂ എന്ന് പറയുന്നത് 2. അപ്പോൾ എന്താ 26 + 2 = 28. നമ്മുടെ റിസൾട്ട് ഇപ്പോൾ 28 ആണ്. ഇനി നമുക്ക് സി എന്ന വാല്യൂ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ഒ ആർ ഡി ഓഫ് സി മൈനസ് ഒ ആർ ഡി ഓഫ് എ +1 വരും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും വരും 3 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താ വരിക ഈക്വൽ ടു നമ്മുടെ ഓൾറെഡി എന്തായാലും 28 ആണ്. അപ്പോൾ 28 × 26 + 3 എന്ന് വരും. എന്താ 28 × 26 6 48 4 6 12 16 + 2 16 1 2 4 5. നമുക്ക് എന്താണ് 8 12 1 5 6 7. അപ്പോൾ 7 to 8 എന്ന് വരും. അപ്പോൾ എന്താണ് 7 to 8 + 3 എന്ന് പറയുന്നത് എന്താണ് വരിക 7 3 1 എന്ന് വരും. 7 3 1 എന്ന് വരും. അപ്പോൾ നമ്മുടെ എന്താണ് ഇത് 7 3 1 എന്നുള്ളതാണ് നമ്മുടെ എന്താണ് ഈ റോ നമ്പർ നമുക്ക് കിട്ടും. കോളം നമ്പർ നമുക്ക് കിട്ടും. കോളം നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊരു ഫോർ ലൂപ്പിൽ വെച്ചിട്ട് ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കും. ഓരോന്നായിട്ട് ആദ്യം എയിൽ പോവും, പിന്നെ ബിയിൽ പോവും, പിന്നെ സിയിൽ പോവും. എന്നിട്ട് നമ്മൾ എന്താണ് അവസാനം നമുക്ക് നമ്മുടെ കോളം നമ്പർ കിട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് 26 ഇൻറ്റു എന്നുള്ള വാല്യൂസ് എടുക്കണമെന്ന് മനസ്സിലായില്ലേ. 26 നമ്മളെ എന്താണ് ഇവിടെ നമ്മുടെ ഒ ആർ ഡി നമ്മുടെ 65 to സംതിങ് ആണെങ്കിൽ കൂടി നമ്മുടെ എന്താണ് ആൽഫബറ്റിക്കൽ വാല്യൂസ് എത്രയാണ് 1 to
26 വരെയാണ് അല്ലെ. 65 to 90 വരെയാണെങ്കിൽ 1 to 26 വരെയാണ് നമ്മുടെ ആൽഫബറ്റിക്കൽ വാല്യൂസ്. അതുകൊണ്ട് നമുക്ക് ഈ ORD വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഈ ആൽഫബറ്റിക്കലിലേക്ക് എത്തുന്ന നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ആൽഫബറ്റിക്കലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ORD വെച്ചിട്ടുള്ള ഈ കളി കളിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആൽഫബറ്റിൽ എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ പൊസിഷനിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ് 26 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഓരോ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ കറക്റ്റ് കോളം നമ്പർ കിട്ടും. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫോർ ക്യാരക്ടർ ഇൻ കോളം ടൈറ്റിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആകെ ORD ഓഫ് ക്യാരക്ടർ മൈനസ് ORD ഓഫ് A +1 എഴുതണം. +1 നമ്മുടെ 1 ഇൻഡെക്സിന് വേണ്ടിയിട്ട് മൈനസ് ഈ ORD ഓഫ് ക്യാരക്ടർ മൈനസ് ORD ഓഫ് A എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നമ്മുടെ 26ൽ എത്ര വരണുള്ളത് 0 to 1 to 26 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫബറ്റിക്കൽ നമ്പറിംഗിൽ എത്രയിലാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ORD ഓഫ് ക്യാരക്ടർ കിട്ടും. എന്നിട്ട് നമ്മൾ എന്താണ് അത് നമുക്ക് എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ 0 എന്ന് വരികയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് A തന്നെയാണെന്നുണ്ടെങ്കിൽ 0 എന്ന് വരും. അപ്പൊ നമ്മുടെ എന്താണ് 0 to 26 എന്നുള്ളതാണ് 0 to 26 എന്നുള്ളത് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ നമ്മുടെ 0 to 25 ആവും. 0 to 25 എന്ന് കിട്ടും. +1 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ കിട്ടും. നമുക്ക് Z ഒക്കെ ആണെന്നെങ്കിൽ നമുക്ക് എന്താ വരിക 25. ഇപ്പൊ എന്താണ് വരിക 25 + 1 26 എന്ന് കിട്ടും. ഓക്കെ, 26th വാല്യൂ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഈ Z എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. അപ്പൊ നമുക്ക് വാല്യൂ ഇവിടെ എന്താണ് എഴുതും. പിന്നെ നമ്മൾ ഇൻറ്റു 26 ആകുന്നത് എന്താണ് നമുക്ക് നെക്സ്റ്റ് പൊസിഷനിൽ നമുക്ക് എന്താണ് ഫില്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താ ഇൻറ്റു 26 എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് റിമൈൻഡർ വെച്ച് നമ്മൾ എന്താ എങ്ങനെയാണ് ഒരു നമ്പർ ഫോം ചെയ്ത് തരുന്നത്. നമ്പർ ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇൻറ്റു 10 ആണ് ചെയ്യുക. അപ്പൊ ഇൻറ്റു 10 ചെയ്തിട്ട് നമുക്ക് എന്താണ് ഓരോ നമ്പർ ഫോം ചെയ്ത് വരാൻ പറ്റും. അതേപോലെ ഇവിടുത്തെ നമ്പർ ഫോം ചെയ്യുന്നതാണ് നമുക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 10ന്റെ ഗ്യാപ്പ് അല്ല ഉള്ളത്. നമുക്ക് ആ നമ്പർ ഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 26 ആൽഫബറ്റ്സ് ആണ് ഇത്ര ലെങ്ത് എന്നുള്ളത്. അതുകൊണ്ട് റിസൾട്ട് ഇൻറ്റു 26 പ്ലസ് വാല്യൂ എന്ന് ചെയ്യുന്നു. നമ്മൾ എന്താണ് അവസാനം റിട്ടേൺ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഫോം ചെയ്യും. നമുക്ക് എന്താണ് ഇത് ഏറ്റവും എന്താണ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കേസ് തന്നെയാണ്. പിന്നെ എന്താണ് നല്ല കറക്റ്റ് സൊല്യൂഷനുമാണ്. അല്ലേ? കണ്ടതിൽ നന്ദി. താങ്ക് യു. നമുക്ക് അടുത്തോട്ട് മീറ്റ് ചെയ്യാം.